നമ്മുടെ നാട്ടിലെ ആമ്പിള്ളേർക്ക് ഇത് എന്ത് പറ്റി? ഒരാണായിട്ട് ജനിച്ചവൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? നിങ്ങളോട് തന്നെ ചോദിക്കുക. ഈ ഒരു പ്രശ്നം നമ്മളുടെ എല്ലാം പ്രശ്നമല്ലേ? ആണുങ്ങൾക്കെതിരെയുള്ള ഒരു പ്രശ്നമല്ലേ? ആണോ അതോ പെണ്ണുങ്ങൾക്കെതിരെയുള്ള പ്രശ്നമാണോ? സ്ത്രീകളോട് എങ്ങനെ ബഹുമാനിക്കണം? നമ്മളത് പഠിക്കണ്ടേ? എങ്ങനെ പഠിക്കണം? നമസ്കാരം, ഞാൻ നിങ്ങളുടെ സായൂജ് പാലങ്കാരൻ. നമുക്ക് ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യാം. എന്റെ പേര് അമൽത, എന്റെ പേര് ടോണി. പഠിപ്പ് നന്നായി പോണില്ലേ? അതൊക്കെ കുഴപ്പമില്ലാണ്ട് പോണു. അതെന്നെ വീട്. ചേച്ചി നാളെ വിളിക്കണ വരൂ. എന്തിനാടാ? അല്ല, നാളെ കാത്തുക്കണോന്നറിയാന്. നോക്കട്ടെട്ടാ. ശരി ചേച്ചി. ചോദിച്ചോടാ. ഇപ്പൊ ചോദിച്ചേ? ഞാൻ കേട്ടു. കേക്കാനിട്ടല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നിട്ടാ. നിനക്ക് എത്ര വയസ്സായി? 13, 14 അത്രല്ല ആയിട്ടുള്ളോ? നിനക്ക് ആരൊക്കെ ഇതൊക്കെ പറഞ്ഞിരുന്നേ? എന്നെ സ്കൂളിൽ നിന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്? ഒന്ന് കേട്ടാ. ഒന്നുമില്ല ചേച്ചി, വെറുതെ ചൂടാൻ നിൽക്കുക. ഞാൻ വെറുതെ ചൂടാവേ? എന്താ മോളുടെ പ്രശ്നം? എൻ്റെ ചേട്ടാ, സംഭവം ഇത്രേ ഉള്ളൂ. ഞാൻ വരുന്ന വഴിക്ക് വേണ്ടി ലിഫ്റ്റ് കൊടുത്തു. ഒരു പേരും വീട്ടിലെ വിശേഷങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞു. അതൊരു കൊച്ചു കുട്ടിയോട് ചോദിക്കുന്ന പോലെയാണ് ചോദിച്ചത്. പക്ഷെ അവരോട് തിരിച്ചു ചോദിച്ചെന്നറിയോ? ചേച്ചി മുല കയറി പിടിച്ചോട്ടേന്ന്. അപ്പം ഞാൻ അവരോട് ചോദിക്കാൻ നിൽക്കണ്ടേ? അവ ചോദിച്ചില്ലല്ലോ, അവ നിന്നെ കയറി പിടിച്ചൊന്നുമില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? അവരും ആൺകുട്ടിയല്ലേ? എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലടാ, ഒരു നിസ്സാര കാര്യമാണ്. ഇവനറിയില്ലേ നീ? സതീശനല്ലേ? ഇവനെ ഇവള് ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരു ലിഫ്റ്റ് കൊടുത്ത് കൊണ്ടുപോകുന്നു. കൊണ്ടുവരുന്ന വഴിക്ക് ചെക്കൻ ചോദിച്ചു ഓടൊന്നും മുളയ്ക്കൊന്ന് പിടിച്ചിട്ടാണ്. അതിനിപ്പോ എന്താ പ്രശ്നം? ഈ പ്രായത്തിൽ ഞാൻ ഇതിന് വലുത് ചെയ്തിരിക്കുന്നു. പിന്നെയാണോ അപ്പോ ആള് സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചപ്പം അതില്ലാണ്ടായി. നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചു, അതുമില്ല. ഇതെന്താണ് അവൻ ചോദിച്ചില്ല തെറ്റ്? അവൻ ചോദിച്ചാലുള്ള കയറി പിടിച്ചൊന്നുമില്ലല്ലോ മോളെ. അവനൊരു മാനായതുകൊണ്ട് അവൻ ചോദിച്ചു. അതിൽ നമ്മൾ അവനെ അഭിനന്ദിക്കല്ലേ വേണ്ടത്? നാളത്തെ ഒരു തലമുറ അവനെ പോലെ വരണല്ലോ, അതേപോലെ നല്ലത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അമ്മയും അമ്മമാരിക്കുന്നുണ്ട്. അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. അവരപ്പ അതിനുള്ള മറുപടി അങ്ങോട്ട് കൊടുക്കും. ഞങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ എന്ന് പറയും. അത്രേ ഉള്ളൂ. ഇവനൊക്കെ നാശിക്കൊണ്ടിരിക്കണേ. ഞങ്ങൾ എന്ത് നാശാക്കി? ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണവനെ. സപ്പോർട്ടാ ഇങ്ങനെയാ? അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലെ ഫെമിനിസം റോട്ടിലാണ്. അതാണ് ഇപ്പൊ പ്രശ്നം. ഞാനേ ഫെമിനിസം കാണിച്ചു. പിന്നെ ഇതെന്താ പറയുന്നേ? ഫെമിനിസം അല്ലാണ്ട് യാതൊരു കുഴപ്പമില്ല. ഇവൻ ചെയ്തതിൽ എന്താ തെറ്റ്? അവൻ ചെയ്ത് നല്ല കാര്യമില്ല. അവൻ ചോദിച്ചല്ലോ. ഞാനൊക്കെയാണ് ഇപ്പൊ കയറി പിടിച്ചാനെ. നിങ്ങളൊന്നും പറഞ്ഞ കാര്യമില്ലേ? മറന്നേ. പോവാൻ നോക്ക്. അതെ, ഈ ഫെമിനിസം ഒന്നും ഇവിടെ വേണ്ടട്ടാ. നിനക്ക് ഇവിടെ തന്നെ കിട്ടിയതിനെ നിനക്ക് കയറി പിടിക്കായിരുന്നില്ലേ? കൂളരാമനല്ലായിരിക്കും ഇവൻ. എന്ത് മണ്ടണ്ടാ പിടിക്കട്ടെ ചോദിച്ചിരിക്കുന്നു. ഇത്ര നല്ല ചാൻസ് കിട്ടിട്ട് പിടിക്കട്ടെ ചോദിക്കറോ എല്ലാവരും? മരക്കോക്കാൻ അവൻ. ഫുഡ്, സെക്സ്, ഉറക്കം, അതാണ് മനുഷ്യന് ആവശ്യമായ കാര്യങ്ങള്. അല്ലാണ്ട് വസ്ത്രം പാർപ്പിടുന്നില്ല. മനസ്സിലായടാ? നീ ഒരു പേടിയും പേടിക്കണ്ടാ. എന്നെ പോലെ ഒരുപാട് പേരുണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ. നീ പേടിക്കാണ്ട് വീട്ടിൽ പോയാ. ഹായ്, എൻ്റെ പേര് അനുപമ. ഐ എം 24 years old. ഞാൻ തൃശ്ശൂരാണ്. ഇന്ന് എനിക്കുണ്ടായ ഒരു വിചിത്രമായ അനുഭവത്തെക്കുറിച്ച് പറയാനാണ് ഈ ഒരു വീഡിയോ. ഞാൻ ഓഫീസ് വിട്ട് വരുന്ന വഴി
2 സ്കൂൾ കുട്ടികൾ എന്നോട് ലിഫ്റ്റ് ചോദിച്ചു. ചെറിയ കുട്ടികളെന്ന് കരുതി ഞാൻ ലിഫ്റ്റ് കൊടുക്കില്ല. അതൊരു കുട്ടി ആദ്യ വഴി അത് എടുത്ത് പറഞ്ഞു. അവിടെ സീനടിച്ചെന്നാ നോക്കിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു കുട്ടി ഇറങ്ങിപ്പോയി. മറ്റേ കുട്ടി എൻ്റെ പുറകിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പേര് ആ പെണ്ണെന്നെയാ അവള് ലൈവ് ഇട്ടു ന്യൂസിലേക്ക് ചർച്ച. ആ നമ്മുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പേര് പറഞ്ഞറിയില്ല. ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി. ഞാൻ അവൻ്റെ അടുത്ത് ഇക്കാര്യം ചോദിക്കുന്ന സമയത്ത് ആണാണെന്ന് പറയുന്ന കുറച്ച് പേർ അവനെ ന്യായീകരിച്ചു. എന്നോട് പിന്നെ ഞാൻ അവിടെ നിന്നില്ല. കാരണം അവനെ ന്യായീകരിച്ച് പറയുന്ന അവർ ആ പ്രായത്തിൽ അതിലും വലുത് ചെയ്ത് കാണുമെന്ന് ഞാൻ ഊഹിച്ചു. അനുപമ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിക്ക് ഇവിടെ സംഭവിച്ചത് നാളെ നിങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് സംഭവിക്കാം. എന്താ സംഭവിച്ചുകൂടെ? അപ്പോൾ ഈ പെൺകുട്ടി കാണിച്ചത്, അനുപമ തൃശ്ശൂർ കാണിച്ചത് ഇവിടെ ഒരു ചങ്കുറ്റം തന്നെയാണ്. അതുപോലെ നാളെ നിങ്ങൾ ഓരോ സ്ത്രീകളും ഇതുപോലെ മുന്നിട്ട് വരണം. നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തിനും ഇതുപോലെ നിങ്ങൾ പ്രതികരിച്ചേ മതിയാകൂ. കാരണം ഇന്നത്തെ കാലഘട്ടത്ത് ഞാൻ എൻ്റെ അഭിപ്രായം പറയും. ഇതുപോലെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. 2 തരം അഭിപ്രായം ഉണ്ടാവും. അവരവരുടെ അഭിപ്രായം പറയട്ടെ. അതിനിപ്പോൾ എങ്ങനെയാ മൊട്ടയിൽ തീരുമ്പോഴേക്കും പിള്ളേർക്ക് മൊബൈൽ എടുത്ത് കൊടുക്കല്ലേ ഈ അച്ഛനമ്മയും? പിന്നെ എങ്ങനെ പിള്ളേർ നേരെയാവുക? എൻ്റെ വണ്ടിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നത് തന്നെയാണ്, ചേച്ചിമാരും അമ്മമാരൊക്കെ വരുന്നത് തന്നെയാണ്. പക്ഷേ ഇന്നവരായിട്ട് ഞാൻ മോശമായിട്ടൊരു രീതിയിൽ നോക്കാനും വർത്താൻ പറയുന്നില്ല. പക്ഷേ ഈ ചെക്കൻ ചെയ്തതിൽ എനിക്ക് യോജിക്കില്ല ഈ കാര്യത്തിൽ. വിവാഹപ്രായം 21 ആക്കണതിൽ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് 11 ആക്കണമെന്നാണ് എൻ്റെ ഇഷ്ടം. ആ ചെക്കനിൽ ഒരു തെറ്റൂല. ഒതിയില്ല കടി. അത് പൊളിച്ചു അത് നമ്മുടെ ചെക്കൻ ഗൗതു. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരു 13-14 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ വായിൽ നിന്ന് എങ്ങനെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരുന്നു? ഇപ്പോഴത്തെ തലമുറ, ഈ പുതിയ തലമുറ ഒരുപാട് അറിവുകളുടെ സഞ്ചയമാണ്. പക്ഷേ എന്തില്ല, മൊറയിലില്ല. എങ്ങനെ അവൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ആശയങ്ങൾ കയറിക്കൂടുന്നു? ഓക്കെ, ആശയങ്ങൾ കയറിക്കൂടുന്നത് പോട്ടെ. എങ്ങനെ അവൻ മറ്റുള്ളവരോട് ഇങ്ങനത്തെ വൃത്തികെട്ട രീതിയിൽ ചോദിക്കാൻ കഴിയുന്നു? അതൊക്കെ ആരുടെ തെറ്റാ? ഒരു കൊച്ചു കുട്ടിയല്ലേ അവൻ. അതെവിടെ നിന്ന് തുടങ്ങണം മാഷേ? എവിടെ നിന്ന് തുടങ്ങണം? അതാണ് നമ്മുടെ ചോദ്യം. എവിടെ നിന്ന് തുടങ്ങണം? തുടങ്ങേണ്ടത് വീട്ടിൽ നിന്ന് തുടങ്ങണം. ഇതാണ് പോയിന്റ്. ഒരാൺകുട്ടി അവൻ്റെ ആദ്യ പാഠഭാഗങ്ങൾ തുടങ്ങേണ്ടത് അവൻ്റെ വീട്ടിൽ നിന്നാണ്. ഈ മാതാപിതാക്കൾ അവരുടെ മക്കളോട് അവരുടെ പ്രായത്തിനനുസരിച്ച് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇവളൊന്നും തൊട്ടത് ക്ലാസ് എടുക്കേ. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ ഇവർ പെരുമാറുന്നത് എങ്ങനെ? അച്ഛൻ എങ്ങനെയാണ് അമ്മയോട് പെരുമാറുക, അച്ഛൻ എങ്ങനെയാണ് അമ്മായിയോട് പെരുമാറേണ്ടത്, തൊട്ടടുത്തുള്ള ഇത് കണ്ടുപഠിക്കുന്നതാണ് കുട്ടികൾ. ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം അറിഞ്ഞു, അതുപോലെ കഥകൾ പറഞ്ഞു, കരുണാർദ്ദമായ സമീപനത്തോടെ ജീവിച്ചാൽ മാത്രമേ ഈ സ്ത്രീകളോടുള്ള അതിക്രമണമൊക്കെ കുറയുള്ളൂ. കേരളത്തിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരു താഴ്ത്തേണ്ടി നടന്നു, അതിനെ കാണാനില്ല. ഇനി ഇതിനും അപ്പുറത്തേക്ക് കുട്ടികൾ ചോദിക്കാവുന്ന സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാവും. നമ്മളൊക്കെ അത് കണ്ട് ഇരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ മലയാളികൾ മാറിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം വേദനാജനകമായൊരവസ്ഥയാണ്. നമ്മുടെ വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാട് മാറണം. സ്കൂളുകളിൽ തന്നെ ഇത്തരത്തിൽ സെക്സിനെ കുറിച്ച്, ലൈംഗികതയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് കൊടുക്കണം. സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷനാണ് വിദ്യാലയം. അതെ. അപ്പോൾ പലതരത്തിലുള്ള കുട്ടികളെ, പലതരത്തിലുള്ള ആൾക്കാരെ എങ്ങനെ മിങ്കിൾ ചെയ്യണം, എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കണം. അത് പഠിപ്പിക്കേണ്ടത് ആരാ? അധ്യാപകർ. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഒരുവിധം സമയം ഓൺലൈനിലാണ്, അവർക്ക് ഇൻ്റർനെറ്റിൽ ഫ്രീഡം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവർ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാനും കൂടിയിട്ട് മാതാപിതാക്കളായാലും അധ്യാപകരായാലും ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇതിലും ചെറിയ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്ക് മുതിർന്ന സ്ത്രീകളിൽ നിന്നും പല തിക്താനുഭവങ്ങളും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന കേസാണ്. ഇപ്പോൾ അതല്ല അവസ്ഥ. ഇൻ്റർനെറ്റ് എന്ന മായിക ലോകത്ത് നമ്മൾക്ക് പ്രായമായിട്ടും കല്യാണം കഴിഞ്ഞിട്ടും അറിയേണ്ട പല കാര്യങ്ങളും നമ്മളിപ്പോൾ നേരത്തെ കൂട്ടി തന്നെ കുട്ടികൾ അറിയുകയാണ്. അപ്പോൾ ഇനിയുള്ള കാര്യത്തിൽ എന്താവും എന്നുള്ളത് നമ്മൾ പല കാര്യങ്ങളും കണ്ട് ഞെട്ടാനുള്ള സാധ്യതയാണ് ഇനി കിടക്കുന്നത്. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യുക?
പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയുന്നു. അനുപമ തൃശ്ശൂരിന് എൻ്റെ എല്ലാവിധ ബിഗ് സല്യൂട്ട്. അനുപമ തൃശ്ശൂരിന് ബിഗ് സല്യൂട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായം പറയുക, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളുടെ ചാനലിന് AJ98 എന്ന് പറഞ്ഞ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഒപ്പം എൻ്റെ കൂടെ ക്യാമറ പിടിച്ചിരിക്കുന്നത് അനിൽ മണലൂർ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു ദിവസം അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് ഇനിയും കാണാം. എന്താ, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സ്ത്രീകളും പ്രതികരിക്കുക, പ്രതിഷേധിക്കുക. ഇത്തരം പ്രവണതകൾ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത്. അപ്പോൾ എല്ലാവർക്കും സൈനിങ് ഓഫ് AJ98. പണ്ടത്തെ പോലെ അല്ല, പെൺപിള്ളേരൊക്കെ പ്രതികരിച്ചു തുടങ്ങി. ഇനി ഒരു കാര്യം ചെയ്യ്, നീ ഇതിൽ കമൻറ്റ് കൊടുക്ക്, റെസ്പെക്റ്റ് വുമൺ എന്ന് പറഞ്ഞിട്ട്. അതിന് വഴിയുള്ളൂ.